Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബാറ്ററി കണക്ഷൻ, ചാർജിങ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈ മൂന്ന് ടോപ്പിക്കുകളെ കുറിച്ചിട്ടുള്ള കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബാറ്ററി കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ വരും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചാർജിങ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് ചാർജിങ്, കോൺസ്റ്റന്റ് കറന്റ്, കോൺസ്റ്റന്റ് പവർ, ട്രിക്ലിംഗ്, അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർജിങ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടോപ്പിക്കുകളിൽ നിന്നെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു MCQ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. First one, an ideal case, the charging current flow 200 Ah battery would be. ഒരു ഐഡിയൽ കേസിൽ ചാർജിങ് കറന്റ് ഒരു 200 Ah ബാറ്ററിയിൽ വരുന്ന ചാർജിങ് കറന്റ് എത്രത്തോളമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 20 ആംപിയർ ആണ്. അപ്പൊ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ചാർജിങ് കറന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ആംപിയർ അവർ ഉണ്ടാവില്ലേ, AH, ആംപിയർ അവർ റേറ്റിംഗിന്റെ 10% ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, കറന്റ് ഷുഡ് ബി 10% ഓഫ് AH ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 200 ആണ് അല്ലെ. 200ന്റെ 10% എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? 20 അല്ലെ. 20 ആണ് വരുന്നത്. 2 into 10 എന്ന് പറയുന്നത് 20 ആംപിയർ ആണ് നമുക്ക് വരുന്നത്. ഇത് ശ്രദ്ധിക്കണം, ഐഡിയൽ കേസിന്റെ കേസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 20 ആംപിയർ കറന്റ് ആണ് നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ ഐഡിയൽ കേസിൽ ചാർജിങ് ടൈം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 200 Ah ബാറ്ററിയുടെ കറന്റ് നമുക്ക് കിട്ടി അല്ലെ, 20 ആംപിയർ നമുക്ക് കിട്ടി, 10%. അപ്പൊ അതിന്റെ ചാർജിങ് ടൈം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 10 hours ആണ് നമുക്ക് വരുന്നത്. നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയിട്ടാണ് 10% ആണ് നമുക്ക് എടുക്കേണ്ടത്. സോ 10% എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്? ചാർജിങ് കറന്റ് ഫോർ 200 ആണ് കേട്ടോ, 20 അല്ല, 200 Ah ബാറ്ററി ആണ്. അപ്പൊ 200 Ah ബാറ്ററി 10% എന്ന് പറയുന്നത് 20 ആംപിയർ ആണ്. അപ്പൊ ചാർജിങ് ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് AH റേറ്റിംഗ് ബാറ്ററി ബൈ ചാർജിങ് കറന്റ് ആണ്. AH റേറ്റിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ്. ഡിവൈഡഡ് ബൈ ചാർജിങ് കറന്റ് നമുക്ക് ഇപ്പൊ എത്ര കിട്ടിയത്? 20 ആംപിയർ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 10 hours ആണ് നമുക്ക് വരുന്ന ചാർജിങ് ടൈം. എത്രയുള്ളതിനാണ്? 200 Ah ബാറ്ററിയുടെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 10 hours ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു AH നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. Specific gravity of an electrolyte in a single cell or battery is always dash. ഒരു സിംഗിൾ സെല്ലിന്റെയോ ഒരു ബാറ്ററിയുടെയോ സ്പെസിഫിക് ഗ്രാവിറ്റി, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും എങ്ങനെയായിരിക്കണം? ഷുഡ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഒന്നിനേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കണം. ഓക്കെ, കാരണം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു വെയിറ്റ്, ഒരു ഇലക്ട്രോലൈറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലിക്വിഡിന്റെ വെയിറ്റും ആ ഒരു സെയിം എമൗണ്ട് ഓഫ് പ്യുവർ വാട്ടറിന്റെ റേഷ്യോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ എത്രത്തോളം എമൗണ്ട് ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആണ് ആ ഒരു ഇലക്ട്രോലൈറ്റിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാട്ടറിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൽ എത്രത്തോളം ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്തതുണ്ടോ അതിന്റെ ഉണ്ടാകും അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് നമുക്ക് ആ ഒരു വെള്ളത്തിൽ ഫ്ലോട്ട് ആകുന്നുവെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് പ്യുവർ വാട്ടറിനേക്കാൾ കുറവായിരിക്കും, അതായത് ലെസ് ദാൻ 1 ആയിരിക്കണം. പക്ഷേ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് മസ്റ്റ് ബി സിങ്ക് ആയിരിക്കണം, അതല്ലെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ആയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആ ഒരു പ്യുവർ വാട്ടറിനേക്കാൾ കൂടുതലായിരിക്കണം വേണ്ടത്. മോർ ദാൻ 1 ആയിരിക്കണം നമുക്ക് വേണ്ടത്. കാരണം ആ ഒരു പ്യുവർ വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അതിനേക്കാൾ എബവ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. Which of the following has the lower specific gravity? Lower specific gravity താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നോക്കൂ. Dilute H2SO4, concentrated H2SO4, water, any of this. നമുക്കറിയാം വാട്ടറിലാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത്. പിന്നെ അടുത്തത് എന്താണ്? H2SO4ഉം കോൺസെൻട്രേറ്റഡും ഡൈല്യൂട്ടഡ് ഒക്കെയാണ് അല്ലെ. അപ്പൊ വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ്. അതായത് ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയാം, ആ ഒരു ഡെൻസിറ്റി ഓഫ് വാട്ടറിൽ കമ്പയർ ചെയ്യുന്നതാണ് നമുക്കറിയാം, റേഷ്യോ ആണ് അല്ലെ. അപ്പൊ ഡൈല്യൂട്ടഡ് H2SO4 എന്ന് പറഞ്ഞാൽ എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. അത് ഡൈല്യൂട്ടഡ് ആണ്. പക്ഷേ അതിൽ എന്തായാലും ഡൈല്യൂട്ടഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ കോൺസെൻട്രേഷൻ വ്യത്യാസം ഉണ്ടാകും അല്ലെ. അതുകൊണ്ട് തന്നെ വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിനേക്കാൾ കൂടുതലാണ്. പക്ഷേ ഒരു കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനേക്കാൾ സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെയായിരിക്കും? കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതേപോലെ തന്നെ H2SO4 എന്താണ്? നമുക്ക് കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് വരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വാട്ടറിനേക്കാൾ വളരെ തിക്ക് അല്ലെങ്കിൽ ഡെൻസർ ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്.
അടുത്തത് വാട്ടർ ആണ്. വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് 1 ആണ്, നമുക്ക് അറിയുന്നതാണ് അല്ലെ. ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. What happens to the total voltage when two batteries are connected in series? Total voltage ന് എന്ത് സംഭവിക്കുന്നു? രണ്ട് ബാറ്ററീസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ വോൾട്ടേജ് എന്താ ചെയ്യുന്നത്? It gets doubles. കാരണം സെയിം വോൾട്ടേജ് നമ്മൾ പറഞ്ഞു 2+2 എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് ടോട്ടൽ വോൾട്ടേജ് എടുക്കുന്നത്, which is equal to 4 ആണ്. So total voltage will get doubles. Okay. How does connecting batteries in parallel affect the total voltage? Total voltage ന് എന്ത് സംഭവിക്കുന്നു? ഇപ്പൊ നമ്മൾ ബാറ്ററീസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ റിമൈൻസ് സെയിം ആണ് അല്ലെ. വോൾട്ടേജിന് പ്രത്യേകിച്ച് ചേഞ്ചുകളൊന്നും വരുന്നില്ല, കൂടുകയില്ല കുറയുകയില്ല, സെയിം വോൾട്ടേജ് ആയിരിക്കും. പക്ഷെ കറന്റിന്റെ കേസിൽ കറന്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പാരലൽ കണക്ഷനിൽ കറന്റ് നമുക്ക് കൂടുകയും റിമൈൻസ് സെയിം ആയിരിക്കും വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ. What is the main advantage of connecting batteries in parallel? Parallel ആയിട്ട് ബാറ്ററികൾ കണക്ട് ചെയ്യുന്നതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇൻക്രീസ്ഡ് കപ്പാസിറ്റി ആണ് അല്ലെ. ടോട്ടൽ കപ്പാസിറ്റി ഗെറ്റിംഗ് ഇൻക്രീസ്ഡ് ഇൻ എ പാരലൽ കണക്ഷൻ. ഓക്കെ, കാരണം അവിടെ കറന്റ് കൂടുകയാണ്, അപ്പൊ കപ്പാസിറ്റി നമുക്ക് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ വോൾട്ടേജ് റിമൈൻസ് സെയിം ആണ്. If you connect two 12-volt batteries in series, what will be the total voltage output? 12 വോൾട്ടിന്റെ രണ്ട് ബാറ്ററീസുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 12 + 12 എത്രയാണ്? 24 ആണ് നമുക്ക് വരുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. What happens to the current when two batteries are connected in parallel? രണ്ട് ബാറ്ററികൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ കറന്റിന് എന്ത് സംഭവിക്കുന്നു? It doubles. നമുക്കറിയാം current gets doubles in parallel combination. Which of the following factors can affect the specific gravity of a battery's electrolyte? ബാറ്ററിയുടെ ഇലക്ട്രോലൈറ്റിനെ ബാധിക്കുന്ന താഴെ തന്നിരിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ടെമ്പറേച്ചർ എഫക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഓഫ് ചാർജ് എഫക്ട് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ. സോ ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരുന്നത്. ഈ പറയുന്ന എല്ലാം തന്നെ ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. What is the primary use of measuring specific gravity of an electrolyte battery? ഒരു ബാറ്ററിയിലുള്ള ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നതിന്റെ പ്രൈമറി യൂസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് അല്ലെ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്തിനാണ്? ആ ഒരു ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ചാർജ് നമുക്ക് പറഞ്ഞു തരും അല്ലെ. സോ ടു ഡിറ്റർമൈൻ ദ ബാറ്ററി സ്റ്റേറ്റ് ഓഫ് ചാർജ്, സ്റ്റേറ്റ് ഓഫ് ചാർജ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി ഒരു ഇലക്ട്രോലൈറ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ. Which instrument is commonly used to measure the specific gravity of a battery electrolyte? ഏതാണ്? ഹൈഡ്രോമീറ്റർ അല്ലെ. ഹൈഡ്രോമീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാറ്ററിയുടെ സ്പെസിഫിക്, ബാറ്ററിയിലല്ല ഏതൊരു ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഹൈഡ്രോമീറ്റർ ആണ്. What does a specific gravity reading below 1.200 indicate for a lead acid battery? lead acid ബാറ്ററിയിലുള്ള ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി റീഡിംഗ് എനിക്ക് 1.200 ആണ് കാണിക്കുന്നതെങ്കിൽ അതിന്റെ ഇൻഡിക്കേഷൻ എന്താണ്? The battery is undercharged അല്ലെ. ബാറ്ററി എന്ന് പറയുന്നത് അണ്ടർ ചാർജ്ഡിലാണ്, 1.200 ആണ് അല്ലെ. അപ്പൊ 1.13 ആണെങ്കിലാണ് ഡിസ്ചാർജ്, അതായത് സീറോ ചാർജിൽ കിടക്കുന്നത്. അതിനുശേഷം എബവ് 1.28 വരെ നമുക്ക് എന്താണ്? ബാറ്ററി ചാർജിങ് ആണ് അല്ലെ. 1.28 എന്ന് പറഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് 100% ചാർജിങ് ആണ്. സോ 1.2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് അണ്ടർ ചാർജ്ഡ് ആണെന്നാണ് പറയുന്നത്. ഫുള്ളി ചാർജ്ഡ് ആണെങ്കിൽ എത്രയാണ്? 1.28 വേണം. ഓക്കെ. How does the temperature affect the specific gravity of a battery's electrolyte? ഒരു ബാറ്ററിയുടെ ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? ടെമ്പറേച്ചറിനെ. ടെമ്പറേച്ചർ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നതെന്നാണ്. ഓക്കെ. ടെമ്പറേച്ചറിനനുസരിച്ച് എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. ടെമ്പറേച്ചർ ഹയർ ആണെങ്കിൽ അവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായിരിക്കും. കോൾഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ വളരെ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Which method of battery charging applies a constant voltage to the battery terminals? Constant voltage കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ചാർജിങ് ഏതാണ്? പേരിൽ നിന്ന് തന്നെ അറിയാം, കോൺസ്റ്റന്റ് വോൾട്ടേജ് ചാർജിങ് ആണ്, CV ചാർജിങ് ആണ് അല്ലെ. കോൺസ്റ്റന്റ് വോൾട്ടേജ് ചാർജിങ് ആണ്. കോൺസ്റ്റന്റ് വോൾട്ടേജ് നമ്മൾ ബാറ്ററി ടെർമിനൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. The constant voltage charger helps. Constant voltage charger നമുക്ക് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫാസ്റ്റ് ചാർജിങ്. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? കോൺസ്റ്റന്റ് വോൾട്ടേജ് ചാർജർ ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.